ശരിക്കും കേരളത്തിൽ ജാതി ഉണ്ട്, ജാതി ഇല്ല നമുക്ക് പറയാൻ കഴിയത്തില്ല, ജാതിയും മതവും എല്ലാം ഉണ്ട് ഇവിടെ. പക്ഷെ ജാതി ഭ്രാന്ത് കേരളത്തിൽ ഇല്ലായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ ഇന്ന് പട്ടികജാതി പട്ടികവർഗ്ഗക്കാരെന്ന് അറിയപ്പെടുന്നവരും അന്ന് മുമ്പ് ഹരിജൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നവരും ദളിതുമാരും ആദിവാസികളും ഈഴവരാതി പിന്നോക്ക സമുദായക്കാരും ഒക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഡോക്ടർ പൽപ്പു അന്ന് ഡോക്ടറായി പഠിച്ച് പാസ്സായതിനു ശേഷം തിരുവിതാംകൂറിൽ ജോലി കിട്ടാതെ കരഞ്ഞുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ്റെ അടുത്ത് പോവുകയും കേരളത്തിലെ കഥകൾ പറയുകയൊക്കെ ചെയ്തപ്പോൾ സ്വാമി വിവേകാനന്ദൻ ഇത് ഭ്രാന്താലയമാണല്ലോ എന്ന് പറഞ്ഞത്. അതിനുശേഷം ഈഴവ മെമ്മോറിയൽ സൊസൈറ്റി ഒരുപാട് സംവിധാനങ്ങൾ കേരളത്തിലുണ്ടാക്കി. അങ്ങനെ സകല പേരും കൂടി ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും തൈക്കാട് അയ്യാ ഗുരുവും വൈകുണ്ഠസ്വാമികളും പിന്നെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരുന്നു, ഒരു കൂട്ടം ആളുകൾ. പിന്നെ അയ്യങ്കാളിയുടെ പേര് മഹാത്മാ അയ്യങ്കാളി തുടങ്ങി ഒരു വലിയ സംഘത്തിൻ്റെ നിരന്തരമായ സാമൂഹ്യ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ജാതി എന്ന ഭ്രാന്ത് അവസാനിച്ചത്. അപ്പോഴും ജാതി ഉണ്ട് ഇവിടെ, പക്ഷെ ജാതി ഭ്രാന്ത് കേരളത്തിൽ അവസാനിച്ചു. ഉള്ളിൽ ജാതി കൊണ്ട് നടക്കുമ്പോഴും സമൂഹ വിവാഹവും പന്തിഭോജനവും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഒന്നിച്ചിരുന്ന് ചിന്തിക്കുന്നതുമൊക്കെ വലിയ പുരോഗമനപരമായി കേരളം കൊട്ടിഘോഷിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഉദയത്തോടുകൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുരോഗമന പ്രസ്ഥാനങ്ങളെന്ന് അവകാശപ്പെടുന്നവർ കൂടി വന്നപ്പോൾ കേരളം ഇതാ പുരോഗമിച്ചിരിക്കുന്നു, ലോകത്തിൽ ഒന്നാമതാണ്, ഞങ്ങളുടെ മതമൈത്രിയുടെ നാടാണ്, ലവ് ജിഹാദ് പോലുള്ള ഒന്നുമില്ലാത്ത വളരെ മധുര മനോഹര സുന്ദരമായ ഒരു ഭൂമിയാണ്, കേരളത്തെ കണ്ടു പഠിക്കൂ എന്ന് ലോകത്തോട് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇപ്പോഴും നമ്പ്യാരും നായരും പട്ടികജാതി പട്ടികവർഗമൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്, അല്ലെങ്കിൽ വലിയ രീതിയിലാണ് പരസ്പരം പോരടിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ എത്ര ക്യാമ്പസുകളിലാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പീഡനങ്ങൾ ഏൽക്കുന്നത്. കണ്ടാൽ ഒരാൾ കറുപ്പാണെങ്കിൽ അയാളെ നമ്മൾ ജാതിപരമായി ഇന്ന ജാതിയിലാണെന്ന് അങ്ങ് എഴുതിക്കളയും. നമ്മൾ കാണുന്ന ഒരാളിൻ്റെ നിറം നോക്കിപ്പോലും ജാതി നിർണയിക്കുന്ന വല്ലാത്തൊരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിനകത്ത് നായർ സർവീസ് സൊസൈറ്റിക്കും NSSനും SNDPക്കും മുസ്ലിം സൊസൈറ്റിക്കും ക്രിസ്ത്യൻ സൊസൈറ്റിക്കും ഒക്കെ സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നും അവർ ഫയലുകൾ നീക്കുന്നതിൽ പോലും അങ്ങനെ ഉണ്ട് എന്നൊക്കെ വളരെ കൃത്യമായി, നായർ ഫയൽ പോയാൽ നായന്മാരുടെ ഇടപെടലും ഈഴവ ഫയലിൽ ഈഴവന്മാരുടെ ഇടപെടലും, ആ മുസ്ലിമിൻ്റെ ഒരു ഫയലാണെങ്കിൽ മുസ്ലിങ്ങളുടെ സംഘടന ഇടപെടലും, ക്രിസ്ത്യൻ ഫയലിൽ ക്രിസ്ത്യൻ ഇടപെടലും ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ചില അനുഭവങ്ങൾ എനിക്കുമുണ്ട്, ഞാനത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, കാരണം എല്ലാം നമ്മുടെ സുഹൃത്തുക്കളോ പരിചയക്കാരോ ആണ് ഇതിൻ്റെ ബെനിഫിഷ്യറീസ്, അതുകൊണ്ട് നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. വളരെ പരിതാപകരമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിൽ വളരെ ഗുരുതരമായ ഒരു ആത്മഹത്യ നടന്നു. ദുരൂഹമാണ്. തിരുവനന്തപുരത്താണ് ആ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവന്നത്, തിരുവനന്തപുരത്തുകാരാണ്. അവിടെ പാൽക്കുളങ്ങര, ഉഴമലയ്ക്കലിനടുത്തുള്ള പാൽക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ കൊണ്ടുവന്നിട്ട് കോളേജിൽ നിന്ന് ഒരു കുട്ടി പോലും തിരിഞ്ഞു നോക്കിയില്ല, ഒരു റീത്ത് ആരും കൊണ്ടുവച്ചില്ല, ഒരു അധ്യാപകരും വന്നില്ല. പോകുന്ന കുട്ടികൾക്ക് ഫൈനിടുമെന്ന്, ഇൻറ്റേർണൽ മാർക്ക് കുറയ്ക്കുമെന്ന് വാക്കാൽ ഭീഷണിപ്പെടുത്തുന്നു. എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? 2-2.5 വർഷം മുമ്പ്, അതായത് കഴിഞ്ഞ മന്ത്രിസഭയിൽ, 2.5 അല്ലല്ലോ, കഴിഞ്ഞ മന്ത്രിസഭയിൽ പിന്നെ ദേവസ്വം മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ, അദ്ദേഹം പിന്നോക്ക വിഭാഗത്തിന് പ്രതിനിധാനം ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽ ജനിച്ച ആളാണ്. അദ്ദേഹം പയ്യന്നൂർ, ഇതേ കണ്ണൂർ ജില്ലയാണ് വലിയ ഖേമം എന്ന് നമ്മൾ പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകാരുടെ കോട്ടയാണ്, അവിടെ ഖേമമാണ് കാര്യങ്ങൾ നമ്മൾ പറയും. അതേ പയ്യന്നൂരിലെ ശ്രീ നമ്പ്യാന്തര കോവൽ ശിവക്ഷേത്രത്തിൽ മന്ത്രി രാധാകൃഷ്ണൻ പോയപ്പോൾ, മന്ത്രിയാണ്, അതാലോചിക്കുക, അകത്തുനിന്ന് കൊളുത്തിക്കൊണ്ടുവന്ന തിരി, വിളക്ക്, ഈ കൈവിളക്ക് അവിടെ നിന്ന് മേൽശാന്തി കൊണ്ടുവന്നിട്ട് രാധാകൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ രാധാകൃഷ്ണൻ്റെ കയ്യിൽ കൊടുക്കാതെ, മന്ത്രിയുടെ കയ്യിൽ കൊടുക്കാതെ താഴെ വയ്ക്കുകയാണ്. ആ വിളക്കെടുത്താണ് രാധാകൃഷ്ണൻ കൊളുത്തുന്നത്. എന്നിട്ട് രാധാകൃഷ്ണൻ താഴെ വയ്ക്കുമ്പോൾ മേൽശാന്തി ആ വിളക്കെടുത്തിട്ട് കീഴ്ശാന്തിക്ക് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ കീഴ്ശാന്തിക്ക് കൊടുക്കാം വിളക്ക്, രാധാകൃഷ്ണന് കൊടുക്കൂല, കാരണം രാധാകൃഷ്ണൻ പിന്നോക്കക്കാരനാണല്ലോ. ഇത് വളരെ പ്രധാനമാണ് കേരളത്തിൽ.
കേരളത്തിലെ ക്യാമ്പസുകളിൽ അഭിമന്യുവിനെ കൊന്ന മഹാരാജാസ് ആകട്ടെ, സിദ്ധാർത്ഥനെ കൊന്ന പിന്നെ നമ്മുടെ പൂക്കോട് വെറ്റിനറി കോളേജ് ആകട്ടെ, വിഷ്ണുവിനെ കൊന്ന കോളേജ് ആകട്ടെ, ഇവിടെ എല്ലാ കോളേജുകളിലൊക്കെ വിദ്യാർത്ഥികളെ ജാതിയുടെ മതത്തിൻ്റെ പല പല രൂപങ്ങൾ, വർഗവർണ്ണ വെറിയന്മാരുടെ ഒരു ഇരകളാണ് ഈ കുട്ടികളൊക്കെ. അത് കൊലപാതകമായാലും ആത്മഹത്യയായാലും. ഈ പറയുന്ന പിന്നെ നിതിൻ രാജ് തന്നെ പഞ്ചരക്കണ്ടിയിൽ മരിച്ചുപോയ ആത്മഹത്യ ചെയ്ത കുട്ടി തന്നെ ലോൺ എടുത്തിരിക്കുന്നുവെന്നും ആ ലോണിൽ അധ്യാപകരെ ആരുടെയൊക്കെ പേരോ സാക്ഷിയോ എന്തൊക്കെ ജാമ്യമോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്നും അവരെ വിളിച്ച് നിരന്തരം ലോൺകാർ ഭീഷണിപ്പെടുത്തുന്നുവെന്നും എന്നാൽ അതിന് പകരമായിട്ടാണ് ഇദ്ദേഹത്തെ ജാതി വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കഥകളും ഉപകഥകളും ഒക്കെ ഇറങ്ങുന്നുണ്ട്. എന്തായാലും വെങ്കടേഷ് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമല കാര്യങ്ങൾ അന്വേഷിക്കുന്ന വെങ്കടേഷ് ഇപ്പോൾ ഒരു ഫാഷനാണ്. വെങ്കടേഷിനെയാണ് എല്ലാം ഏൽപ്പിക്കുന്നത്. വെങ്കടേഷിനെ ഈ കേസ് ഏൽപ്പിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നുള്ള നിലയിൽ. ശബരിമല അന്വേഷിച്ച് തന്നെ വെങ്കടേഷ് ഒരു വഴിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ വെങ്കടേഷിനെ തന്നെയാണ് വീണ്ടും ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ ടീം അന്വേഷിക്കുന്നുണ്ട്. രണ്ടുപേരെ, നമ്പ്യാരെയും നായർ ടീച്ചറെയും ഒക്കെ, സംഗീത എന്ന പേരെന്ന് തോന്നുന്നു, രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്താൽ പോരാ, അവരെ ഡിസ്മിസ് ചെയ്ത് പുറത്ത് നിർത്തി അന്വേഷിക്കണം. അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്മിസ് കാലം കൂടി കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. പക്ഷേ ഇപ്പോൾ വെറും സസ്പെൻഷനിൽ നിർത്തിയാൽ 60% ശമ്പളം കിട്ടുകയും പിന്നെ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും കിട്ടുകയും ചെയ്യും ഈ കേസ് ഒതുക്കി തീർക്കാൻ. വളരെ സങ്കടം. രോഹിത് വെമുലയുടെയൊക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുള്ള രാജ്യമാണ്. വടക്കേ ഇന്ത്യയിലാണ് ഇത് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ സംഘപരിവാർ എന്നും സംഘി എന്നും ഒക്കെ പറഞ്ഞ് നമ്മളിവിടെ പിന്നെ നമ്മുടെ സാംസ്കാരിക സാമൂഹിക നവോത്ഥാന നായകരെന്ന് പറഞ്ഞ് അഭിരമിച്ച് നടക്കുന്ന മീരമാർ, സാഹിത്യകാരി മീരമാറും മുകുന്ദനുമൊക്കെ ഇവിടെ വല്ലാതെ കിടന്ന് അഴിഞ്ഞാടുമായിരുന്നു, വല്ലാതാടുമായിരുന്നു. ഇതിപ്പോൾ ഇത് കേരളത്തിലായതുകൊണ്ടായിരിക്കാം, പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ടായിരിക്കാം നമുക്കിതൊന്നും വലിയ വാർത്തയല്ല. ചാനലുകൾക്കും ഒരു കേവല വാർത്തയ്ക്കപ്പുറമുള്ള വാർത്തയാകുന്നില്ല. ഈ നായർ നമ്പൂതിരി കളിയൊക്കെ മതിയാക്കേണ്ട കാലം കഴിഞ്ഞു. ആ കാലത്തല്ല നമ്മൾ താമസിക്കുന്നത്. ന്യൂജൻ്റെ ഇസഡ്ജൻ്റെ പുതിയ കാലഘട്ടത്തിൽ ജാതിയും മതവും വർഗവും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഉള്ളിൽ വയ്ക്കുക, അവനവൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക, മറ്റൊരാളിൻ്റെ പുറത്ത് കയറുന്നതിനും. പ്രത്യേകിച്ച് ഈ കുട്ടിയെക്കുറിച്ച് ആലോചിക്കൂ. കൂലിവേലക്കാരനായ അച്ഛൻ്റെ മകൻ, അവരുടെയൊക്കെ സ്വപ്നമല്ലേ ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്ന ഇങ്ങനെ ഒരു ജോലി, ഒരു ഡോക്ടറൊക്കെ ആവുക എന്ന് പറഞ്ഞാൽ. ഇനി ഇദ്ദേഹം ഡോക്ടറായാൽ, ഈ കുട്ടി ഡോക്ടറായാൽ എത്ര പേർ ചികിത്സിക്കാൻ അടുത്ത് ചെല്ലും എന്നുള്ളതും വലിയ ചോദ്യമാണ്. ഇവിടെ കറുപ്പും വെളുപ്പുമൊക്കെ ഉണ്ട്. ജാതിയും മതവും വർഗവും വർണ്ണവും ഗോത്രവും എല്ലാം അതിൻ്റെ പാരമ്യത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇതൊരു തരം അസുഖമാണ്. മറ്റെന്ത് കാര്യത്തിൽ ഇതൊക്കെ നോക്കിയാലും ഇത്തരം കാര്യങ്ങളിൽ കൂടെ പഠിപ്പിക്കുന്നതിൽ കുട്ടികളെ ഒന്നുപോലെ കാണുന്നതിൽ ഒക്കെ അധ്യാപകർ ഇനി എന്നാണ് നന്നാവുക? കാര്യവട്ടം ക്യാമ്പസിൽ, തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ ഒരാളിൻ്റെ PhD തീസിസിലും ഇതേ വിഷയം വന്നു. പക്ഷെ അത് അവസാനം ടീച്ചർ പറയുന്നതാണ് ശരിയെന്നൊക്കെയുള്ള നിലയിലേക്കുള്ള കാര്യങ്ങൾ മറ്റു തരത്തിലേക്കൊക്കെ മാറി. ഇത് ആര് പറയുന്നത് ശരിയായാലും ജാതിയുടെ പ്രിവിലേജ് എടുത്തുകൊണ്ട് കുട്ടികളും തോന്നിയവാസം കാണിക്കരുത്. ജാതിയിൽ താഴ്ന്നതായി പോയി എന്നുള്ളത് കൊണ്ട് കുട്ടികളോട് വിവേചനം കാണിക്കാതിരിക്കാനും അധ്യാപകർ ശ്രദ്ധിക്കണം. പുതിയ കാലമാണ്. ഇവിടെ ജാതി മതവും ഒന്നുമല്ല പ്രധാനം. മെരിറ്റാണ്, ക്രിയേറ്റിവിറ്റിയാണ്, സത്യസന്ധതയാണ്. അതിൻ്റെ കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇത് കൃത്യമായി എല്ലാവർക്കും ഓർമ്മയിരിക്കണം.